അന്ന് വൈകുന്നേരം ജഗനുമൊത്ത് കാറിലിരിക്കുകയാണ് സായന്ത്. റോഡിന്റെ മറുവശത്തേക്കുള്ള ഒരു ചെറിയ തെരുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ബോസ്, ആ കാണുന്ന തെരുവിലാണ് നീലിമയും രചനയും ഒരുമിച്ച് താമസിക്കുന്നത്. ചെറിയ തയ്യൽ കടയിലാണ് നീലിമ ജോലി ചെയ്യുന്നതും. അവൻ പറഞ്ഞത് കേട്ട് ജഗന്റെ നോട്ടം പതിഞ്ഞത് ആ ചെറിയ കടയിലേക്കായിരുന്നു. കടയിലേക്കുള്ളിൽ തല കുനിച്ച് എന്തോ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു. ഒരു നിമിഷം നിശബ്ദമായിരുന്ന ജഗൻ പിന്നീട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ആ കട ആരുടെ പേരിലാന്ന് അന്വേഷിക്ക്. അത് വാങ്ങാനുള്ള ഏർപ്പാടും നീ ചെയ്യണം. സായന്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നിരവധി കോടികളുള്ള ബിസിനസ് സാമ്രാജ്യം കൈവശമുള്ള തൻ്റെ ബോസിന് എന്തിനാണ് ഇത്ര ചെറിയൊരു തയ്യൽ കട? അവൻ സംശയത്തോടെ ചോദിച്ചു. ബോസ്, ഇത്രയും വലിയ കമ്പനികളും ഓഫീസുകളുമുള്ള നിങ്ങൾക്ക് ഈ ചെറിയ കട വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? ജഗന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ആ ചിരിയിൽ ഒരു തണുപ്പുണ്ടായിരുന്നു. എന്താ സായന്തേ, എനിക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ടടാ. അതുകൊണ്ട് ഈ ബിൽഡിംഗ് വാങ്ങി അങ്ങ് ഇടിച്ചു നിരത്താമെന്ന് ഞാനും കരുതി. അവൻ്റെ കണ്ണുകളിൽ എന്തോ അപകടകരമായ ഒരു തിളക്കം മിന്നി. ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ആ കട എനിക്ക് തന്നെ സ്വന്തമാകണം. ജഗന്റെ ശബ്ദത്തിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വാക്കുകൾ കേട്ട സായന്തിന് അറിയാമായിരുന്നു, അവൻ ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന്. നീലിമ തയ്യൽ കടയിൽ ജോലിക്ക് ചേർന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അവിടെയുള്ള എല്ലാവരുമായും നീലിമ പതിയെ അടുപ്പത്തിലുമായി. സ്ത്രീകളുടെ മാത്രം ലോകമായിരുന്നു ആ ചെറിയ കടയിൽ. ദീപച്ചേച്ചിയും ഉഷയും അവൾക്ക് അറിയാത്ത പല തയ്യൽ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഒരു സ്ത്രീ കയ്യിൽ മനോഹരമായൊരു സാരിയുമായി കടയിലേക്ക് കയറി വന്നു. നീലിമ, മോളെ, ദീപച്ചേച്ചി ഇവിടെയില്ലേ? ഇല്ല ചേച്ചി, അവർ പുറത്തേക്ക് പോയിരിക്കുകയാ. ഇത് എൻ്റെ പുതിയ സാരിയാണ്. മുഴുവൻ നെറ്റ് മോഡൽ ആയതുകൊണ്ട് എനിക്ക് ഉടുക്കാൻ പറ്റില്ല. ഇതെൻ്റെ മോൾക്കൊരു ഗൗൺ മോഡൽ തയ്ച്ചു തരണം. നാളെ അവളുടെ ജന്മദിനമാണ്. നീലിമ അത് കേട്ട് പുഞ്ചിരിയോടെ തലയാട്ടി. ശരി ചേച്ചി, ഞാൻ കുറിച്ചു വെക്കാം. അവൾ കുട്ടിയുടെ അളവുകൾ കൃത്യമായി ഡയറിയിൽ രേഖപ്പെടുത്തി. പക്ഷേ സമയം കടന്നു പോയിട്ടും ദീപചേച്ചി കടയിലേക്ക് വന്നില്ല. അപ്പോഴാണ് രജനിയും അരുണും അവിടേക്ക് എത്തിയത്. അവൾ പേന കുറെ തപ്പി എവിടെയും കണ്ടില്ല. അവസാനം അരുൺ തൻ്റെ ബാഗിൽ നിന്നും പേന കൊടുത്തു. പേന കിട്ടിയത് നീലിമ ഡ്രസ്സിൻ്റെ ഡിസൈൻ നിമിഷ നേരം കൊണ്ട് നീലിമ വരച്ചു. രജനി അത് കണ്ട് അത്ഭുതത്തോടെ അവളെ നോക്കി. ദീപചേച്ചി ഇതുവരെ വന്നില്ലേടി? രജനി നീലിമയോടായി ചോദിച്ചു. ഇല്ല. അപ്പോൾ നീ പിന്നെ എന്താടീ ചെയ്യുന്നേ? നീലിമ മേശപ്പുറത്തുനിന്ന് സാരിയിലേക്ക് നോക്കി. ആ കുഞ്ഞിനെ നിരാശപ്പെടുത്താൻ തോന്നിയില്ല. രജനി അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഡിസൈൻ തയ്യാറാക്കി തുന്നി നോക്കാമെന്നു കരുതി. രജനി നെറ്റിയിൽ കൈവച്ചു. നിനക്ക് വട്ടാണോ? പുതിയ ഡിസൈൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? പക്ഷെ നീലിമയുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ആദ്യം വരച്ചത് അത് അവൾക്കൊരു തൃപ്തി തോന്നിയില്ല. അതും പറഞ്ഞവൾ ഒരു പേപ്പർ തിരഞ്ഞു. അപ്പോഴേക്കും അരുൺ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു നോട്ട്ബുക്ക് എടുത്ത് അവർക്ക് നീട്ടി. ഒരു നിമിഷം കണ്ണുകളടച്ചിരുന്ന നീലിമ അടുത്ത നിമിഷം വരയ്ക്കാൻ തുടങ്ങി. അവളുടെ വിരലുകൾ പേപ്പറിലൂടെ അതിവേഗം സഞ്ചരിച്ചു. അരമണിക്കൂറിനുള്ളിൽ അതിസുന്ദരമായൊരു ഗൗൺ ഡിസൈൻ അവിടെ ജന്മമെടുത്തു. ഉഷയും രജനിയും അമ്പരപ്പോടെ അത് നോക്കി നിന്നു. ശേഷം നീലിമ തയ്യൽ മെഷീന് മുന്നിലിരുന്നു. ഫാഷൻ ഡിസൈൻ പഠിച്ചിരുന്ന കാലത്തെ ഓരോ അറിവും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. കത്രിക കൊണ്ട് സാരി കൃത്യമായ അളവുകളിൽ അവൾ മുറിച്ചെടുത്തു. രജനിയും അവളെ സഹായിക്കാൻ മറ്റൊരു മെഷീന് മുന്നിലിരുന്നു. സമയം അതിവേഗം കടന്നുപോയി. രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഉഷയും രജനിയും വീട്ടിലേക്ക് പറഞ്ഞയച്ച നീലിമ ജോലി തുടർന്നു. നീലിമേ, ഒരുപാട് വൈകി ഈ സമയത്ത് കട തുറന്നിരിക്കരുത്. അത്ര സുരക്ഷിതമല്ല. പോകുന്നതിന് മുമ്പ് രജനി ആശങ്കയോടെ പറഞ്ഞു. ഇവിടെ ചില കുടിയന്മാർ രാത്രി കറങ്ങി നടക്കാറുണ്ട്. ആ വാക്കുകൾ കേട്ട് നീലിമയുടെ മനസ്സിൽ നേരിയ ഭയം നിറഞ്ഞെങ്കിലും ജോലി പൂർത്തിയാക്കാനുള്ള വാശി അവളെവിടെ പിടിച്ചു നിർത്തി. സാരമില്ല രജനി, ഞാൻ വേഗം തീർത്തിട്ട് വരാം. അങ്ങനെ എല്ലാവരും പോയി. കടയിൽ നീലിമ ഒറ്റക്കായി. പുറത്ത് രാത്രി കൂടുതൽ കനത്തു. വിജനമായ തെരുവിലൂടെ കാറ്റ് വീശുന്ന ശബ്ദം മാത്രം കേൾക്കാം. തൻ്റെ മുന്നിലിരുന്ന ഗൗണിന് അവസാന മിനുക്കുപണികൾ നൽകുന്നതിലായിരുന്നു അവളുടെ മുഴുവൻ ശ്രദ്ധ. പെട്ടെന്ന് തയ്യൽ മെഷീൻ്റെ ശബ്ദത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു ശബ്ദമുയർന്നു. ആരോ മേശപ്പുറത്ത് തട്ടുന്ന ശബ്ദം. ഞെട്ടലോടെ നീലിമ തലയുയർത്തി നോക്കി. അടുത്ത നിമിഷം അവളുടെ ശരീരം വിറച്ചുപോയി. മദ്യലഹരിയിൽ ആടിയുലയുന്നത് കൊണ്ട് 2 പുരുഷന്മാർ അവളുടെ മുന്നിൽ നിൽക്കുന്നു. എന്താ മോളെ? താടിയിൽ തടവിക്കണ്ട് ഒരുവൻ വികൃതമായി ചിരിച്ചു.
ഈ രാത്രിയായിട്ടും കട പൂട്ടാതെ ആർക്കു വേണ്ടിയാ നീ കാത്തിരിക്കുന്നത്? മറ്റേയാൾ കുടഞ്ഞുകൊണ്ട് ചിരിച്ചു. ഈ ഏരിയയിൽ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളാണോ നീ? ഭയം കാരണം നീലിമ തൊണ്ട വരണ്ടുപോയി. രജനി പറഞ്ഞ മുന്നറിയിപ്പ് അവളുടെ കാതുകൾ വീണ്ടും മുഴങ്ങി. ഡാ. രണ്ടാമൻ അവളുടെ അരികിലേക്ക് നീങ്ങി. അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കടാ നീ. അവരുടെ കണ്ണുകളിൽ നിറഞ്ഞ ഉദ്ദേശം മനസ്സിലായതോടെ നീലിമ ഹൃദയം ഭയത്തോടെ മിടിക്കാൻ തുടങ്ങി. പാവം. ഒരുവൻ ചിരിച്ചു. ഇത്രയും നേരം ജോലി ചെയ്തതല്ലേ, കൈയൊക്കെ വേദനിക്കുന്നുണ്ടാവും അവളുടെ. അവൻ പതിയെ അവളുടെ നേരെ കൈ നീട്ടി. നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാമെടാ, തിരുമ്മി കൊടുത്താലോ? മറ്റേയാൾ അടുത്തേക്ക് വന്നു. മുഖമാകെ വിയർത്ത് കുളിച്ചിരിക്കുകയല്ലേ അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്തേക്ക് നീണ്ടു. അതൊന്ന് തുടച്ചിട്ട് തരാം ഞങ്ങൾ. ഭയത്തിൻ്റെ പരമകോടിയിൽ നീലിമ കസേരയിൽ നിന്ന് പിന്നിലേക്ക് നീങ്ങി. ശരീരം മുഴുവൻ വിറക്കുകയായിരുന്നു അവളുടെ. ആ സമയം അവളുടെ മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രമായിരുന്നു. ഈ രാത്രി തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? ഭയത്തിൻ്റെ തണുത്ത വിരലുകൾ തൊണ്ടക്കുഴിയിൽ അമർന്ന നിമിഷമായിരുന്നു അത്. ഒരു സഹായത്തിനായി നീലിമ ആവതുറക്കെ ശബ്ദമുയർത്താൻ ശ്രമിച്ചെങ്കിലും ക്രൂരമായൊരു കൈപ്പത്തി അവളുടെ വായ് ബലമായി പൊത്തിപ്പിടിച്ചിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റവൻ ഇരയെ നോക്കുന്ന വന്യമൃഗത്തിൻ്റെ കാമക്കണ്ണുകളോടെ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ആ തയ്യൽക്കടയുടെ ഇരുമ്പ് ഷട്ടർ താഴേക്ക് വലിച്ചിട്ടു. തീർന്നു. എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണോ ദൈവമേ? ഈ ഭൂമിയിൽ പുരുഷൻ്റെ അശ്രദ്ധയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ മാത്രമാണോ സ്ത്രീയുടെ വിധി? ഞങ്ങൾക്ക് സ്വന്തമായൊരു ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമില്ല. എന്തിനാ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പെൺകുട്ടികളെ ഇവർ ഇങ്ങനെ വേട്ടയാടുന്നത്? ഞങ്ങൾ എന്ത് മഹാപാപമാണ് ചെയ്തത്? യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ദ്രോഹികളല്ലേ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത്? ഉള്ളുരുകി അവൾ കണ്ണനെ പ്രാർത്ഥിച്ചു. കണ്ണുകളിൽ പെയ്തിറങ്ങിയ കണ്ണുനീർക്കുകളുടെ നീലിമ താഴേക്ക് നോക്കി. അവിടെ വസ്ത്രങ്ങൾ മുറിക്കാൻ ഉപയോഗിച്ച ആ വലിയ ഇരുമ്പ് കത്രിക അവിടെ നിൽക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയൊക്കെ വഴിയിൽ കാണുന്ന മറ്റെല്ലാം സ്ത്രീകളെയും അമ്മയോ പെങ്ങളോ മകളായോ കാണാൻ കഴിയാത്ത കണ്ണിൽ കണ്ടെടുത്ത് മേയാൻ നടക്കുന്ന ഇങ്ങനെയുള്ള നരാധരന്മാർ എന്തിനാണ് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നത്? മനസ്സിൽ പെട്ടെന്ന് ഒരു ആത്മവിശ്വാസം വന്നു അവൾക്ക്. ഇനി എന്ത് സംഭവിച്ചാലും ശരി, ഈ നരകയാതനകൾക്ക് മുന്നിൽ താൻ തോറ്റുകൊടുക്കില്ല. ലക്ഷ്യം കാണുന്നതുവരെ ജീവനുള്ളിടത്തോളം കാലം ഞാനും പോരാടും. അവൾ ആ ഇരുമ്പ് കത്രിക കൈകളിൽ ദൃഢമായി മുറുക്കി പിടിച്ചു. ക്രോധത്തിൻ്റെ ആ കൊടുമുടിയിൽ വെച്ച് അവൾ ആ കത്രിക ഉയർത്തിയപ്പോഴാണ് പുറത്തുനിന്നും ഒരു ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടത്. ഡേ, ആരാടാ ആ കടക്കകത്ത്? ഈ അർദ്ധരാത്രിയിൽ അവിടെ എന്താ പണി? വല്ല കള്ളന്മാരുണ്ടോ അവിടെ? രാത്രികാല പെട്രോളിംഗ് ഇറങ്ങിയ പോലീസുകാരുടെ ശബ്ദമായിരുന്നു അത്. പോലീസിൻ്റെ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ച ആ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും നിയമത്തിൻ്റെ കരങ്ങൾ അവരെ മടക്കി പിടിച്ചു. കടക്കുള്ളിലെ വെളിച്ചത്തിലേക്ക് നോക്കിയ പോലീസുകാരുടെ കണ്ണുകൾ പെട്ടെന്ന് കണ്ണീരൊഴുക്കി നിൽക്കുന്ന നീലിമയുടെ രൂപം കണ്ടത്. മോളെ, നീ ആരാ? ഇവരുടെ കൂടെ ഇവിടെ എന്താ കാര്യം? ഈ കട നടത്തുന്നത് നീയാണോ? പോലീസുകാരൻ്റെ ആർദ്രമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാവാതെ അവൾ തരിച്ചു നിന്നു. ഈ കട തുറന്നു കിടക്കുകയാണെന്ന് കണ്ട് ചില തമ്മാടികൾ കയറിയതാണ് സാർ. ഞങ്ങൾ കൃത്യസമയത്ത് ഇവിടെ എത്തിയില്ല എന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ സ്ത്രീയുടെ അവസ്ഥ? കൂടെയുണ്ടായിരുന്ന ഒരു പ്രായമായ മനുഷ്യൻ പോലീസിനോട് പറഞ്ഞു. ഭയം കാരണം തല താഴ്ത്തി നിന്ന് നീലിമയുടെ അരികിലേക്ക് വന്ന് അദ്ദേഹം ആശ്വാസത്തോടെ മൊഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കു മോളെ, നീ എൻ്റെ മകളെപ്പോലെയാണ്. എത്ര ജോലി ബാക്കിയുണ്ടായാലും നാളെ വന്ന് തീർത്താൽ മതി. ഒരു ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ കഴിയൂ. സാരമില്ല, എല്ലാം ശരിയായിക്കോളും. നീ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ആ വാക്കുകൾ അവളുടെ തകർന്ന മനസ്സിൽ ഒരു മരുന്ന് പോലെ പതിഞ്ഞു. കൃതജ്ഞതയോടെ കൈകൾ കൂപ്പി അവൾ കട പൂട്ടിയിറങ്ങി. ആ രാത്രി സുരക്ഷിതമായി വീട് വരെ അദ്ദേഹം അവളെ കൂടെ ചെന്ന് തുണയാക്കി. പകലിൻ്റെ വെളിച്ചത്തിൽ ജോലികൾ മുഴുകി സ്വയം മറക്കാൻ ശ്രമിക്കുമ്പോഴും രാത്രിയുടെ നിശബ്ദതയിൽ അവൾ വീണ്ടും ഓർമ്മകളുടെ തടവറയിലാവുന്നു. കൺപോളകൾ അടയ്ക്കുമ്പോൾ അന്ന് നടന്ന ആ ഭീകരത അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഇരച്ചു കയറും. അവൾ ശബ്ദമില്ലാതെ വിതുമ്പിക്കരഞ്ഞു. അത് ആ ദ്രോഹികളെ ഓർത്തുള്ള കരച്ചിലല്ലായിരുന്നു. മറിച്ച് ഇത്രയും നാൾ എത്രത്തോളം വിഡ്ഢിയായിരുന്നു എന്ന തിരിച്ചറിവിൻ്റേതായിരുന്നു. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ അവൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഉണർന്നത്. വീട്ടുജോലികളെല്ലാം അതിവേഗം തീർത്തു. അരുണിനും രജനിക്കും ദീപക്കും വേണ്ടിയുള്ള ഉച്ചഭക്ഷണം പാത്രങ്ങളിലാക്കി വെച്ചു. രാവിലെ തന്നെ ഇവൾ ഇത്രയും ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നത് കണ്ട് രജനി അവളെ നോക്കി അത്ഭുതപ്പെട്ടു. നീലിമ, ഇന്നെന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? ഉറങ്ങിയില്ലേ നീ ഇന്നലെ?
അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് രജനി ചോദിച്ചു. എൻ്റെ കയ്യിലാണ് കടയുടെ താക്കോലുള്ളത്. ദീപച്ചേച്ചി വന്ന് തുണികൾ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് കട തുറന്ന് ചില ജോലികൾ തീർക്കാനുണ്ട്. കഴിഞ്ഞ രാത്രിയിലെ കറുത്ത നേലുകളൊന്നും മുഖത്ത് കാട്ടാതെ അവൾ രജനിക്ക് മറുപടി നൽകി. പ്രതിസന്ധികളെല്ലാം മറികടന്നാൽ മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. നീ എന്തിനാ ഇത്ര നേരത്തെ തന്നെ പണിയെല്ലാം എടുത്ത്? ദീപച്ചേച്ചി 8 മണിയോടെയല്ലേ വരൂ? രജനി അറിഞ്ഞെങ്കിലും അവൾ കടയുടെ താക്കോലുമെടുത്ത് മുന്നോട്ട് നടന്നു. പോകുന്ന അവളെ നോക്കി നിന്ന രജനി വിസ്മയത്തോടെ അവളുടെ പോക്ക് നോക്കി നിന്നു. കടയിലെ നീലിമയും കൂടെയുള്ളവരും തങ്ങളുടെ ജോലിയിൽ വ്യാപ്തരായിരുന്നു. രാത്രിയിലെ ഭീകരതയുടെ അംശം പോലും അവളുടെ മുഖത്ത് അപ്പോൾ അവശേഷിച്ചിരുന്നില്ല.